മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സിനിമ കണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടട എൻ്റെ ലാലേട്ടനെ എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെ പോയിട്ടുമില്ല. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് പോലെ ഇത് തന്നെയാണ് അപ്പുറത്തും. നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇവരെ അങ്ങോട്ടും കൂടെ കമ്പയർ ചെയ്യാനും പറ്റില്ല. കാരണം രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്. രണ്ട് ഭീകര ആക്ടേഴ്സാണ്. ഭയങ്കര നടന്മാർ അല്ലെങ്കിൽ ആക്ടർ എന്ന് തെറ്റാണ്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ 40-46 വർഷമായിട്ട് ഈ സിനിമയിൽ അവർ ഒരു പോയിന്റിൽ നിന്ന് അവരൊരു സ്ഥാനത്തേക്ക് കയറി. പിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതന്നെ നമുക്ക് ഇപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലും ഇവരെ പേര് വെച്ചിട്ട് തന്നെയല്ലേ നമ്മളിപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു സ്റ്റേജ് തരണം ചെയ്ത് വരും എന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചിട്ടില്ല. അച്ഛൻ്റെ റൂമിലുള്ള ഫോണ് ഡമ്മി ആയിരുന്നു, വെറുതെ കുത്തിയിട്ടായിരുന്നു, അത് ബെല്ലടിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പടം കയറി കമ്മിറ്റ് ചെയ്യും. IV ശശി സാറ് ചെയ്തത് 14-16 സിനിമയാണ്. അതിൽ 12 സിനിമയിൽ എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ ആ വർഷം അഭിനയിച്ചത് 56 സിനിമയാണ്. അപ്പം ആലോചിച്ചാൽ മതി എന്താണ് പരിപാടി എന്നുള്ളത്. അഭിനയിക്കുക, അതിൽ കുറഞ്ഞതൊന്നുമില്ലായിരുന്നു. ഒരു പാവ അമ്മയാണ്. അമ്മ ഭയങ്കര സാധുവാണ്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി എക്സാം, സെക്കൻഡ് മന്ത്ലി ടെസ്റ്റ്, ഹാഫ് ഇയർലി, തേർഡ് മന്ത്ലി ടെസ്റ്റ്. അതുവരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തന്നെയായിരുന്നു സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അമ്മയെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്തിനാ വെറുതെ അമ്മക്ക് ഇങ്ങനെ റെഡ് ലൈൻ കണ്ടൊരു ട്രോമ കൊടുക്കുന്ന അമ്മയോട് സ്നേഹമുള്ളൊരു മകനായിരുന്നു. അത്ര പാവമായിരുന്നു. പ്രിയദർശൻ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് അല്ലാതെ ഒരു ഡയലോഗ് പോലും എക്സ്ട്രാ പറയാനായിട്ട് ഒരു നടനെയും ഒരു നടിയും സമ്മതിക്കാറില്ല. എക്സെപ്റ്റ് കുതിരവട്ടം പപ്പു എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ. അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡം ആയിരുന്നെന്ന്. ഒരു മകൻ അച്ഛനെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന്, ഇപ്പോൾ താങ്കളൊരു നടനാണ്, അങ്ങനെ ഒരു നടൻ മറ്റൊരു നടനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, അങ്ങനെ ഒരു ഫ്രീഡം കിട്ടാനായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളിലൊക്കെ അങ്ങനെ ഒരു ലിബർട്ടി അച്ഛന് കിട്ടാറുണ്ട്. കാരണം ഈ ഒരുപാട് എന്താ പറയുക, അവർ ആ ഒരു പെർട്ടിക്കുലർ ഒരു സീനിൽ അച്ഛനെ ടോട്ടൽ ഫ്രീഡത്തിൽ വിടാറുണ്ട്. അച്ഛൻ്റെ കൺസേൺ സിനിമയിൽ അഭിനയിക്കുക അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ആ കണക്കിൽ പെടില്ല. അതിൽ റെമ്യൂണറേഷൻ പെടില്ല, ഒന്നും പെടില്ല. സിനിമയിൽ അഭിനയിക്കുക. കാരണം ഇപ്പം എനിക്ക് ഇയർ എക്സാക്റ്റ് ആണെന്ന് പറഞ്ഞില്ല, 86 or 85 IV ശശി സാറ് ചെയ്തത്, ആ വർഷം പുള്ളി ചെയ്തത് 14-16 സിനിമയാണ്. അതിൽ 12 സിനിമയിൽ എൻ്റെ അച്ഛനുണ്ട്. അച്ഛൻ ആ വർഷം അഭിനയിച്ചത് 56 സിനിമയാണ്. ഒരു സെറ്റിൽ അടുത്ത സെറ്റിലേക്ക് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആലോചിച്ചാൽ മതി എന്താണ് പരിപാടി എന്നുള്ളത്. അഭിനയിക്കുക, അതിൽ കുറഞ്ഞതൊന്നുമില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ അവസാന കാലഘട്ടം വരെ ലൈക്ക് സുന്ദരക്കിലാടിക്ക് പോയി കഴിഞ്ഞ് അവിടുന്ന് അച്ഛൻ ഫാസിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത പടം, അവിടുന്ന് നേരെ അച്ഛൻ പോകുന്നത് സമ്മർ ഇൻ ബത്ലഹേം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ മണിച്ചേട്ടൻ ചെയ്ത റോള് ആദ്യം അച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ അതവിടെ ചെല്ലുന്നു. ഫസ്റ്റ് സോങ് ആയിരുന്നു അന്ന് എടുത്തത്. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കിതപ്പ് ഫീൽ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ റൂമിൽ പോകണമെങ്കിൽ തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ടും അച്ഛന് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഊട്ടിയിൽ നിന്ന് അച്ഛൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നം കൊണ്ട് തിരിച്ചു പോകുന്നു. വീട്ടിലെത്തി കുറച്ച് വേണ്ടാത്ത കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാൽ പറ്റില്ല. അത് കുറച്ച് വേഴ്സ് ആവണം എന്നാലേ വരുള്ളൂ. കാരണം അച്ഛൻ തന്നെ തീരെ വയ്യ എന്നുള്ളൊരു പോയിന്റ് എത്തുമ്പോഴേ വരുള്ളൂ. അങ്ങനത്തെ കുറേ കടുംപിടുത്തങ്ങളും വാശികളൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. പക്ഷേ അപ്പോഴത്തേക്ക് അത് കുറച്ച് സിവിയർ ആയിരുന്നു, ലൈക്ക് ന്യൂമോണിയ. അപ്പം പിന്നെ അച്ഛന് ഓൾറെഡി ലൈക്ക് അച്ഛന് 80s ഒരു അറ്റാക്കും വന്നതാണ്. 81 ആ സമയത്ത് ഒരു മാസീവ് അറ്റാക്കായിരുന്നു. അപ്പം അതിന് ശേഷം വേറെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി റിക്കവർ ചെയ്യാൻ കുറച്ച്, കാരണം ഒന്ന് ഈ ന്യൂമോണിയ കൂടിയും പിന്നെ ആ റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പം അതിൽ ആരോഗ്യം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു, ഹെൽത്ത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു. ലൈക്ക് ആ ഒരു സ്റ്റേജ് തരണം ചെയ്ത് വരും എന്ന് ഡോക്ടേഴ്സ് പോലും വിചാരിച്ചിട്ടില്ല. കാരണം
കിട്ടില്ല എന്ന് ഉറപ്പിച്ച പോയിന്റ് നിന്നാണ് ലൈക്ക് പുള്ളിയെ തിരിച്ച് കിട്ടിയത്. അപ്പം തിരിച്ച് കിട്ടി. അപ്പം പറഞ്ഞ് ഒരു കാരണവശാലും വീട് വിട്ട് പുറത്ത് പോകരുത്, പബ്ലിക്കിലെത്തരുത്. കാരണം വെച്ചാൽ ലങ് ഭയങ്കര വീക്കാണ്. അപ്പം ഭയങ്കരമായിട്ട് ഇതാകും. അപ്പം പൊടി അങ്ങനെ ഒന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഫോണിൻ്റെ വോളിയം പോലും കുറച്ച് വെച്ചിട്ട്, അച്ഛൻ്റെ റൂമിലുള്ള ഫോണ് ഡമ്മി ആയിരുന്നു, വെറുതെ കുത്തിയിട്ടായിരുന്നു, അത് ബെല്ലടിക്കില്ലായിരുന്നു. കാരണം അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പടം കയറി കമ്മിറ്റ് ചെയ്യും. പിന്നെ കാരണം അച്ഛനെ വിടാനും പറ്റില്ല. അപ്പം പുറത്തുള്ളതും എന്നിട്ട് കോർഡ്ലെസ് അടുക്കളയിൽ വെക്കും. അത് മാത്രമേ അവിടുന്ന് ബെല്ലടിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുള്ളൂ. മറ്റേത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഫോണൊക്കെ വോളിയം കുറച്ച് വെച്ചിട്ട് തന്നെ വെക്കുക. അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബിനു പപ്പുവിൻ്റെ ഒരു ബന്ധം അതെങ്ങനെയാണ്? ഒരു പാവ അമ്മയാണ് അത്. അമ്മ ഭയങ്കര സാധുവാണ്. അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അമ്മയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി എക്സാം, സെക്കൻഡ് മന്ത്ലി ടെസ്റ്റ്, ഹാഫ് ഇയർലി, തേർഡ് മന്ത്ലി ടെസ്റ്റ്, അതുവരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തന്നെയായിരുന്നു സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അമ്മയെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്തിനാ വെറുതെ അമ്മക്ക് ഇങ്ങനെ റെഡ് ലൈൻ കണ്ടൊരു ട്രോമ കൊടുക്കുന്ന, അമ്മയോട് സ്നേഹമുള്ളൊരു മകനായിരുന്നു. അത്ര പാവമായിരുന്നു, മനസ്സിലായി, അത്ര പാവമായിരുന്നു. ലൈക്ക് ഷീ ഈസ് വെരി സ്വീറ്റ്. അതിനെക്കൊണ്ട് അമ്മ അങ്ങനെ പഠിക്ക് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. എല്ലാവരും പറയുന്ന പോലെ സിനിമ വാസ് നെവർ പാഷൻ ഫോർ മീ. എനിക്ക് ഒരു പാഷനൊന്നും അല്ലായിരുന്നു. ലൈക്ക് അതൊക്കെ പിന്നെ കടന്നു വന്ന് ഇഷ്ടപ്പെട്ട് ഓക്കെ, പിന്നെ കൂടുതൽ അറിയുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ക്യൂറിയസ് ആയി. ഇതെങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു, ആളെങ്ങനെ അഭിനയിക്കുന്നു, അതറിയാനുള്ള അതിൻ്റെ പിന്നാലെ. അപ്പം അതിങ്ങനെ എന്താ പറയുക, അത് കൂടെ വന്നതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് മുന്നോട്ട് യാത്ര ചെയ്ത് പോകുന്നിടത്തോളം നല്ല രീതിയിൽ പോകുന്നിടത്തോളം പോവാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോകുന്നത്. നമുക്കതൊരു യാത്രയാണല്ലോ, നമുക്കറിയില്ല അതെന്താ ഈ പറഞ്ഞ മാതിരി നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് ആർക്കും ഒന്നും കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാത്തതിനെ കൊണ്ട് അത്ര അങ്ങോട്ട് കടന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കും തോന്നുന്നതും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ ഡിസിഷൻസും അങ്ങനെയായിരുന്നു. എല്ലാ ഡിസിഷനും, എൻ്റെ കല്യാണം ഉൾപ്പെടെ, അല്ലെങ്കിൽ എൻ്റെ ജോലി, ഞാൻ പല തീരുമാനങ്ങളും എടുത്തതിൻ്റെ ശേഷമായിരിക്കും നമുക്ക് പിന്നെ ഓക്കെ ഇത് വേണ്ടായിരുന്നു, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. ഞാൻ ഈ ദുബായ് പോയ പരിപാടി ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഇവളെയും കെട്ടി വലിച്ച്, ഇവള് പറഞ്ഞ് ഈ അവിടെ പോയിട്ട് സെറ്റിലായിട്ട് ഞാൻ വന്നാൽ പോരെ, പറ്റൂല, കമോൺ ഇപ്പം പോയിട്ട് നമുക്ക് സെറ്റിൽ ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഒരുമിച്ച് തന്നെ കൂടെ വന്നു തിരിച്ചു. അല്ല ഇതിലേക്ക് അത് ഭയങ്കര ഒരു റോങ് ഡിസിഷനായിരുന്നു എൻ്റെ ലൈഫിൽ. അല്ല അത് ശരിക്കും ചിലത് അങ്ങനെയാണ്. ആ റോങ് ഡിസിഷനെ കൊണ്ടാണ് ഞാൻ സിനിമയിലെത്തിയത്. മറ്റൊന്നിന് വളമായി അതങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞു, ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് പോകും എന്ന് പറയുന്നത് അതാണ്. കാരണം നമുക്ക് എല്ലാം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. തലമുറയെ ജനിക്കാത്തവർ പോലും ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ ആളുകളാണെങ്കിൽ ഈ ട്രോളുകൾ വഴി ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഈ ട്രോളുകളുടെയൊക്കെ ഒരു ഗുണമാണ് അത് അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഗുണമാണ്. അപ്പം അദ്ദേഹം വെച്ച് പോയ പോലെ താങ്കളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ലെഗസി, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു വോണ്ട് ടു ലീവ് ബിഹൈൻഡ്? അതിപ്പോൾ സിനിമയിലാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു സിനിമ ചരിത്രമാണ്. അത് ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മാഞ്ഞു പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. സോ ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞത് തുടരും എന്ന് പറഞ്ഞ സിനിമ അതെന്നും സംസാരിക്കും. ഞാനും പറയുന്നത് ഈ കോടികളുടെ കണക്കല്ലേ. ഞാൻ 50 കോടി 100 കോടി 150 കോടി സീലൊക്കെ, അതിലുപരി ഒരു നല്ല സിനിമ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സിനിമ കണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടടാ എൻ്റെ ലാലേട്ടനെ എന്ന് പറയുന്ന, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു മനുഷ്യനെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്, ചെറുപ്പം മുതലേ കാണുന്നതാണ്. ലാലേട്ടൻ്റെ അടി, ലാലേട്ടൻ്റെ ഡാൻസ്, പാട്ട്, അല്ലെങ്കിൽ ഹ്യൂമറുകൾ, കോമഡികൾ, സങ്കടം, പുള്ളി നമ്മളെ കരയിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ ഇപ്പോഴും വന്ദനത്തിൻ്റെ അവസാനം ഞാൻ മെല്ലെ എണീച്ച് ഞാൻ നടന്നു പോകും.
എനിക്കിപ്പോഴും കാണുമ്പോൾ സങ്കടം വരും. അത് ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ കാണാം എന്നുള്ള സിനിമയാണെന്ന് അറിയാം. എന്നിട്ടും ഭയങ്കര വിഷമം തോന്നുന്ന ഒരു പോയിൻ്റാണ് വന്ദനത്തിൻ്റെ ക്ലൈമാക്സ്. അതിലൊരുപാട് പടങ്ങളിൽ അച്ഛൻ വളരെ ക്ലോസ് ആയിട്ട് പുള്ളിയുടെ ഒപ്പത്തിനൊപ്പം നിന്നവരെ അഭിനയിക്കുന്ന സിനിമകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്തത്. എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെയും പോയിട്ടുമില്ല. സോ നമുക്ക് ആ പുള്ളിക്ക് അഭിനയിക്കാൻ ഒരു സാധനം ഇട്ട് കൊടുത്തു, പുള്ളിക്ക് പെർഫോം ചെയ്യാൻ ഒരു സാധനം, ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. പുള്ളി പെർഫോം ചെയ്തു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും കാര്യം, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം ഓരോ ആളുകൾക്കും ഓരോ ആളുകൾ എന്തുകൊണ്ടാണ് ലെജൻഡ്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് കാണും ഇഷ്ടപ്പെടാൻ. എന്നോട് എന്തുകൊണ്ടാണ് ബിനു പപ്പു എന്ന് പറയുന്ന ഒരു ആക്ടർ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ പറയുന്നൊരു ഉത്തരം. ഇവരെ രണ്ടുപേരെയും കൂടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവരെ ലെജൻസ് എന്ന് വിളിക്കുന്നതിൻ്റെ റീസണായിട്ട് ബിനു പപ്പു എന്ന് പറയുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു ആക്ടർ, കാസ്റ്റിംഗ് ഡയറക്ടർ, താങ്കൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവർ 40-46 വർഷമായിട്ട് ഈ സിനിമയിൽ അവർ ഒരു പോയിന്റിൽ നിന്ന് അവരൊരു സ്ഥാനത്തേക്ക് കയറി. പിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതന്നെ കാരണം അവർ അത്രയും ഡെഡിക്കേറ്റഡാണ് അവരുടെ വർക്കിനോട്. അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, അവർ അഭിനയിക്കുന്ന രീതികൾ, ലൈക്ക് വളരെയധികം കമ്പാരിസൺ നടക്കുന്നുണ്ട്. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ, മമ്മൂക്ക അങ്ങനെ, ലാലേട്ടൻ ഡാൻസ് കളിക്കും, മമ്മൂക്ക ഡാൻസ് കളിക്കില്ല. ഈ ശാന്തമയ രാത്രിയിൽ നിന്ന് മമ്മൂക്ക കളിക്കുന്നതിനൊരു രസമുണ്ട്, അതിനൊരു രസം വേറെ തന്നെ ഉണ്ട്. കാരണം സോ ലൈക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനും പറ്റൂല. കാരണം രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്, രണ്ട് ഭീകര ആക്ടേഴ്സാണ്, ഭയങ്കര നടന്മാർ അല്ലെങ്കിൽ ആക്ടർ എന്ന് തെറ്റാണ്ട് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല, ഇതിൻ്റെ തുടക്കം പോലും എത്തിയില്ല, 2 പടി പോലും കയറിയിട്ടില്ല. ഇവിടെ ഇരുന്ന് ഇവരെ കമ്പയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരൊന്നും എന്താണ് അവരെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് നമുക്ക് ഇപ്പോഴും ഏത് ഇൻഡസ്ട്രിയിലും ഇവരെ പേര് വെച്ചിട്ട് തന്നെയല്ലേ നമ്മളിപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ മറ്റുള്ള ടെക്നീഷ്യൻസിനെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പറയുമ്പോൾ ഓരോരോ നിങ്ങൾ ഇവർ രണ്ടുപേരോട് വർക്ക് ചെയ്താണോ? യെസ്. അല്ല കമാൻ ലൈക്ക് നമുക്ക് അഹങ്കരിക്കാൻ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അഹങ്കരിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെങ്ങനെ മെഷർ ചെയ്യണം. ഈ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് മോഹൻലാൽ, അത് തന്നെയാണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അങ്ങനെ മോഹൻലാൽ എവിടെയും വരുന്നില്ല. അതിന് ഇൻ ബിറ്റ്വീൻ അങ്ങനെ ഒരാൾ അവിടെ വരുന്നേ ഇല്ല. ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ അങ്ങനെ ഒരാൾ വരുന്നില്ല. ആ കഥാപാത്രം അവിടെ വരുള്ളൂ. ഇത് തന്നെയാണ് അപ്പുറത്തും. നമുക്ക് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ 1 ഒരു ഷോട്ട് എടുക്കുമ്പോൾ കാറിൽ റിഗ് ചെയ്തിട്ട് ഞങ്ങൾ ഹൈവേയിൽ ഷോട്ട് എടുക്കുമ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഫോക്കസ് പുള്ളൊരു വണ്ടിയിലുണ്ട്. അപ്പം ഞാൻ വണ്ടി എടുക്കട്ടെ, എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എടുത്തു. ഞാൻ ആക്ഷൻ വിളിച്ചു. മമ്മൂക്ക ഡയലോഗ് പറയുന്നുണ്ട്. അതായത് നിമിഷ പോയി, അതായത് മമ്മൂക്കയുടെ പെങ്ങൾ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഒരു സെൻറ്റിമെൻ്റൽ അവളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അഭിനയിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഓടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കിയാൽ അവന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി എടുക്കണമെന്ന് ചോദിച്ചു. അയ്യല്ല ഡയറക്ടർ ഈ തീരുമാനിച്ചു. അതേപോലെ ഒന്നും കൂടി എടുക്കാം, നമുക്ക് ഒരു സേഫർ സൈഡ് ഒന്നും കൂടി, കാരണം സേഫർ സൈഡ് ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒന്നുകൂടി നമ്മളെടുത്തു. ഞാൻ നേരെ കാർ അവിടെ കൊണ്ടുവച്ച് ഡയറക്ടർ വന്നു, സന്തോഷ് വിഷ്ണുനാഥാണ്. പുള്ളി വന്നു, പുള്ളി അത് മോണിറ്ററിൽ കണ്ടു. 2 ഓക്കെയാണല്ലോ എന്നാണ്. എന്താ 2 എടുത്ത് എന്താ പറ്റിയിരുന്നോന്ന് ചോദിച്ചു. ഞങ്ങളില്ല, ഞാൻ ഒരു സേഫർ സൈഡിന് ഒന്നുകൂടി ഒരു ടേക്കും കൂടി പോയേക്കാന്നാണ്. കാരണം ഞങ്ങൾ ആ ഹൈവേയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടേക്ക് പോയി, ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ടേക്ക് എടുത്തു. അതിൻ്റെ ഇടയിൽ പുള്ളി ഒരു ചെറിയ ഗദ്ഗതം വന്നിട്ടുണ്ട്. പുള്ളിക്ക് ചെറിയൊരു കണ്ണ് നിറച്ചിൽ വന്നിട്ടുണ്ട് ഈ ചെറിയൊരു ഗ്യാപ്പിൻ്റെ അകത്ത്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ നമുക്കൊരു ഗദ്ഗതം വന്നോട്ടോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് അവർ